ഹായ് ഗൈസ്, വെൽക്കം ടു എഫ് എക്സ് ടോക്സ്. അപ്പൊ ഈ ഒരു വീക്ക് നമ്മൾ എടുത്തിട്ടുള്ള ട്രേഡ്സ്, അതേപോലെ അപ്ഡേറ്റ്സ്, എസ് എൽ ആണോ ടി പി ആണോ, നമ്മളെ വിൻ റേറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. അതേപോലെ നമ്മൾ എടുത്ത ട്രേഡ്സും കാര്യങ്ങളെല്ലാം ടെലഗ്രാം കമ്മ്യൂണിറ്റി ഷെയർ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മൺഡേ തന്നെ നോക്കാം. ഞാൻ ജസ്റ്റ് ആ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് എസ് എൽ ആൻഡ് ടി പി പോയത് മാത്രമേ ഞാൻ ഡിസ്കഷൻ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. എൻട്രി, എക്സിറ്റ്, അതേപോലെ ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ നമ്മൾ എല്ലാ ദിവസവും 12:30 തൊട്ട് 3:30 വരെ ലൈവും കാര്യങ്ങളുണ്ട്. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈവും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേപോലെ ആ ബെല്ലൈക്കണും കൂടി അമർത്തി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ മൺഡേ എടുത്തുള്ള ഒരു ട്രേഡ് ഒരു കണ്ടിന്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡാണ്. നമ്മൾ അന്നത്തെ ദിവസത്തെ ബയാസും കാര്യങ്ങളും ബെയറിഷ് ആയിരുന്നു. അപ്പൊ ഷോർട്ട് ടേം ആയിട്ട് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എയിം ചെയ്തുകൊണ്ട് എടുത്ത ഒരു ട്രേഡ് ആയിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു ട്രേഡിൽ എസ് എന്നുള്ള രീതിയിൽ ഒരു മൊമെന്റ് ആയിരുന്നു. ലണ്ടൻ നോക്കുന്ന സമയത്ത് നമ്മൾ ലണ്ടൻ 5 ഒരു 5 വരെ ആയിരിക്കും കൂടുതലും ട്രേഡും കാര്യങ്ങളും നോക്കുന്നുണ്ടാകുക. ഈ ഒരു ടൈം വരെ ആയിരിക്കും നമ്മൾ ട്രേഡ് നോക്കേണ്ടത്, 2 to 5 വരെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എടുത്തുള്ള ട്രേഡ് ആയിരുന്നു നമുക്ക് എസ് എൽ ആയിരുന്നു മൺഡേ. അതിനുശേഷം നമ്മൾ ട്രേഡ്സോ കാര്യങ്ങളോ ഒന്നും പുഷ് ചെയ്തിട്ടില്ല. ടെലഗ്രാമിലേക്ക് പോക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ട്രേഡും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ട്രേഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ആ ഒരു എസ് എന്നുള്ള രീതിയിൽ മൂവ്മെന്റും കാര്യങ്ങളെല്ലാം അവിടെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ മാർക്കറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, വീക്കിലി അനാലിസും കാര്യങ്ങളെല്ലാം നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അതേപോലെ ലൈവ് വരുന്ന സമയത്ത് നമ്മളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അതിനുശേഷം നമുക്ക് ചൊവ്വാഴ്ച നോക്കുന്ന സമയത്ത് 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 ട്രേഡും അടിപൊളിയായിട്ട് നമുക്ക് ടി പി അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പൈസയുടെ ലിക്വിഡിറ്റി, അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് ബേസ് ആയിട്ട് ഈ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എടുത്തിട്ടുണ്ടായത്. അത് നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഷോർട്ട് ഓപ്പർച്യൂണിറ്റിന്റെ കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിന്റെ ഓഡിയോസും കാര്യങ്ങളെല്ലാം എന്താണ് ലോജിക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് വീണ്ടും കിട്ടിയ സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ്, ബ്രേക്ക് ചെയ്യാനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് ന്യൂയോർക്കിൽ ആ ഒരു കണ്ടിന്യൂഷൻ ബേസ് ചെയ്തിട്ട്, അതായത് ഈ ഒരു റിട്രേസ്മെന്റിന് ശേഷം ഷോർട്ട് ടൈം ആയിട്ട് ലിക്വിഡിറ്റിയിൽ എടുത്ത് പ്രൈസ് ആ ഒരു പ്രീമിയം ഏരിയയിൽ വന്ന് വീണ്ടും ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയ സമയത്ത് റിട്രേസ്മെന്റ് ബേസ് ചെയ്ത് നമ്മൾ അടുത്തൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻട്രി ആൻഡ് എക്സിറ്റ് എല്ലാം ഞാൻ ആ ഒരു ബ്രോക്കറിലും അതേപോലെ മറ്റു കാര്യങ്ങളും എടുത്തെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിൽ ജസ്റ്റ് ആ ഒരു ചാർട്ട് മാത്രമല്ല. അപ്പൊ ഈ ഒരു ട്രേഡും കൂടി ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് എൻട്രി എടുത്ത സമയം തന്നെ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സമയത്തായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു, ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ടി പി ബുക്ക് ചെയ്തത്, ഫസ്റ്റ് ടി പി, സെക്കൻഡ് ടി പി എല്ലാം ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 1:2 നമുക്കൊരു 3 ക്യാൻസിക്സ് കൊണ്ട് ഒരു 50 മിനിറ്റ്സ് കൊണ്ട് തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ചൊവ്വാഴ്ച നോക്കുന്ന സമയത്ത് നമുക്ക് 2 ടി പിസ് ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച നമുക്ക് ഒരു എസ് എൽ ആയിരുന്നു. അതിനുശേഷം ബുധനാഴ്ച നോക്കുന്ന സമയത്ത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള പ്ലേയപ്പ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ലണ്ടന്റെ ബേസ് ചെയ്തിട്ടുള്ള ഇടത്തിൽ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഒരു 1:2 എന്നുള്ള രീതിയിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ട്രേഡ് എടുത്ത സമയത്ത് തന്നെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ബേസ് ചെയ്ത സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടായിരുന്നു. അതിനുശേഷം നമുക്കൊരു 1:2 എന്നുള്ള രീതിയിൽ ടാർഗറ്റ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ട്രേഡ് ആയിരുന്നു. കുറച്ചൊരു ഡ്രോൺ റോഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈസിലി ഒരു വൺ ഡയറക്ഷണൽ മൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 ട്രേഡുകൾ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡ് ഒരു മിസ്റ്റേക്കിന് പറ്റിയ ട്രേഡ് ആയിരുന്നു. ഇതൊരു എസ് എൽ ട്രേഡ് ആയിരുന്നു. നമുക്ക് ഈ ഒരു ട്രേഡിന്റെ ലോജിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം നമുക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എസ് എൽ ഇതിന്റെ മോളായിരിക്കും ഉണ്ടാവുക. ടി പി ഇവിടെയാണ്. അതിനുശേഷം ഞാനിവിടെ ന്യൂസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 6:45 ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ അതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ ഡൗൺ സൈഡേക്ക് വന്നു. ഇവിടുന്ന് നമുക്ക് ആ ഒരു ന്യൂസിന്റെ സമയത്ത് ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഹൈ പോയ സമയത്ത് സ്പ്രെഡ് കുറച്ചും കൂടി വിയേഡ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ലിപ്പേജ് നമുക്ക് എല്ലാ അക്കൗണ്ടിലും ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈറ്റ് ആയിട്ടായിരുന്നു സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത്. നമുക്ക് ഇതിന്റെ മുകളിൽ വെക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷെ ഇത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൈ തന്നെയാണ്. ഈ ഒരു എഫ് ഇ ജിയുടെ ഈ ഒരു ഏരിയാസ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൈ തന്നെയായിരുന്നു. പക്ഷെ പ്രൈസ് വന്ന സമയത്ത് ആ ഒരു സ്ലിപ്പേജ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബ്രേക്ക് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ബ്രേക്ക് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള സ്പ്രെഡ് നമുക്ക് ഹയർ ലെവലിലേക്ക് പോയിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രേഡ്സോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, വെയിറ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതും കൂടി കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ഇവിടെ ഓഡിയോസും കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു
ട്രേഡ് ഫാളാകുന്ന കാര്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇവിടെ താഴെ ഓഡിയോസ് എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ട്രേഡ്സ് എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്യാനുള്ള പ്ലാനിൽ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതും പറഞ്ഞ് ഞാൻ ജസ്റ്റ് ചാർട്ട് ക്ലോസ് ചെയ്ത് പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആയി 1:2 എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു ട്രേഡ് ലാസ്റ്റ് ആയിരുന്നു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായത്. ഞാൻ എടുത്ത കാര്യം അതൊരു മിസ്റ്റേക്ക്, ഇന്ത്യസ് എസ് എൽ പോക്കാണെന്നുണ്ടെങ്കിൽ TP പോക്കാണെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്കലി പറ്റിയ എന്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയൊരു പ്രോഫിറ്റബിൾ ട്രേഡ്സ് ആണ്. അല്ലാതെ ഇത് നമുക്കൊരു ആ ഒരു രീതിയിൽ എടുത്ത ട്രേഡ്സ് ആയിരുന്നു. നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അധികം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഈ ഒരു സെക്കൻഡ് ട്രേഡ് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം നമുക്ക് ഇതൊരു SL ട്രേഡ് ആണ്, പക്ഷേ 2 പ്രോഫിറ്റബിൾ ട്രേഡ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 4% അപ്പായിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ വ്യാഴാഴ്ച എടുത്ത ട്രേഡ്സ് ആയിരുന്നു. വ്യാഴാഴ്ച നമുക്ക് വീണ്ടും അരേഷ്യയുടെ ഹൈ സ്വീപ്പ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക്. അത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു 1:2 എന്നുള്ള രീതിയിൽ ഒരു സ്നൈപ്പർ എൻട്രി പോലെ 1:2 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ട്രേഡ്. ഓക്കെ, അതിനുശേഷം വീണ്ടും നമുക്ക് ഈ ഒരു ട്രേഡ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ടെലഗ്രാമിൽ. ഓക്കെ, ഈ ഒരു ട്രേഡ് എനിക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മോർണിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും February 6 ഈ ഒരു ദിവസം അല്ല അപ്ഡേറ്റ്, February 6 മോർണിംഗ് ആണ് ഞാൻ അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായത്. ഓഡിയോസും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് റീസൺ എന്നുള്ളത്. അപ്പോൾ ലൈവ് ഉണ്ടായിരുന്നു. ലൈവിൽ ഓൾമോസ്റ്റ് 10 ആവുന്ന സമയത്ത്, ഒരു ന്യൂയോർക്കിൽ സോണി എൻ്റെ ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ട്രേഡ്സോ കാര്യങ്ങളോ നോക്കുന്നില്ല, ജസ്റ്റ് ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഞാൻ ഒന്നെങ്കിൽ ഷോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടായിരുന്നു അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലൈവില്. അതിനുശേഷം പ്രൈസ് ഇവിടെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ഷോർട്ട് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഈ ഒരു ഹൈസ് വെച്ചു. ഇത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഹൈ ആണ്. ഇതൊരു ഈ ഒരു ഓർഡർ ഫ്ലോ നോക്കുക, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടി, ഈ ഒരു OBന്റെ മുകളിലോട്ടേക്ക് പ്രൈസിന് പോകേണ്ടതായിട്ടില്ല. ഇവിടെ റിജക്ഷനും കാര്യങ്ങളിലും കിട്ടിയിട്ടുണ്ട് ഈ ഒരു FEGസിലേക്ക് പോയിട്ട്. വീണ്ടും പ്രൈസ് ഒരു ഷൂട്ടപ്പ് തന്നിട്ടുണ്ടായ ഡൗൺ സൈഡിലേക്ക്, വീണ്ടും ആ ഒരു ഹോൾഡ് ക്യാൻഡിലാണ് തന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയ ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഏരിയ ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ എക്സാക്ട് ഈ ഒരു ഇത് 15 മിനിറ്റ്സിന്റെ ക്യാൻഡാണ്. ഈ ഒരു ഏരിയ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ മോർണിംഗ് ആയിരുന്നു ആ ഒരു ട്രേഡ് ബുക്ക് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ലിമിറ്റ് ഓർഡറും അതേപോലെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. മോർണിംഗ് ആയിരുന്നു ആ ഒരു ട്രേഡ് കാര്യങ്ങളും പ്രോഫിറ്റ് ആയിട്ട് എക്സിറ്റ് ആയത്. അതിനുശേഷം ഫ്രൈഡേ നോക്കുന്ന സമയത്ത്, ഓക്കെ, വ്യാഴം കഴിഞ്ഞു. വ്യാഴാഴ്ച നമുക്ക് 2 ട്രേഡ്സ് ഉണ്ടായിരുന്നു, രണ്ടും TP ആയിരുന്നു. അതിനുശേഷം ഫ്രൈഡേ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു SL ട്രേഡ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഫ്രൈഡേ ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലായിരുന്നു നമ്മൾ ഷോർട്ടും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈസ് ആയിരുന്നു. TP ഒരു 1:2 ഏഷ്യയുടെ ലോസ് എന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽസ് നിന്ന് 1:2 എന്നുള്ള രീതിയിലായിരുന്നു ട്രേഡ്സ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിന്റെ ലോജിക്ക് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടി, റിട്രേസ്മെന്റ് വന്നു. ഇവിടുന്ന് ഒന്നുകിൽ കണ്ടിന്യൂഷൻ ചെയ്യാൻ, ഞാൻ ഈ ഒരു ഹൈസ് എടുത്തതിന് ശേഷം ഷോർട്ട് പ്ലാൻ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. പക്ഷെ വീണ്ടും പ്രൈസ് ഹയർ ലെവലിലേക്ക് പോവാതെ ഈ ഒരു FEG എല്ലാം ഹോൾഡ് ചെയ്തിട്ട് പ്രൈസ് വീണ്ടും ഡിസ്പ്ലേസ് ചെയ്തു. ഈ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൈ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു FEGയിലേക്ക് പോകുന്ന സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ട് റിജക്ഷൻ തരുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽസ് വന്ന് വീണ്ടും റിവേഴ്സൽ ആവുന്ന സമയത്തായിരുന്നു ഞാൻ ഷോർട്ടും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഏരിയ ഞാൻ ഷോർട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പ്രൈസ് SL എന്നുള്ള രീതിയിൽ, സ്റ്റോപ്പ് ലോസ് ട്രേഡ് എന്നുള്ള രീതിയിൽ അപ് സൈഡിലേക്ക് ഒരു മൊമെന്റം തരുവായിരുന്നു ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ട്രേഡ്സോ കാര്യങ്ങളോ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒരു ദിവസത്തെ ബയാസ് ബെയറിഷ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ബെയറിഷ് ആയിട്ട് ഒരു മൊമെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാണാൻ വേണ്ടി പറ്റും ചോപ്പിയാണ്, വേറൊരു സ്ട്രക്ചറൽ ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രൈസ് അതിന് ശേഷം ഒരു ഷൂട്ടപ്പ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വീക്ക് നമ്മൾ നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9 9 ട്രേഡ്സ് ഉണ്ടായിരുന്നു. 9 ട്രേഡ്സിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ളത്, അതായത് ലോസ് വന്നിട്ടില്ല, ഇത് നമുക്ക് ലോസ് വരില്ലായിരുന്നു, സ്ലിപ്പേജ് ആയിരുന്നു മെയിൻ ഇഷ്യൂ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു ട്രേഡ് കൊണ്ട് നമുക്ക് കവർ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് അൺപ്ലാനഡ് ആയിട്ട് എന്റെ മിസ്റ്റേക്ക് കൊണ്ട് വന്ന ട്രേഡ്സ് ആണ്. ഓക്കെ, ഈ ഒരു SL ട്രേഡ് ഉണ്ടായിരുന്നു നമുക്ക് 1, അതേപോലെ തന്നെ ഫ്രൈഡേ വന്ന 2 ട്രേഡ്. ഓക്കെ, അപ്പൊ നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 7 ട്രേഡ് പ്രോഫിറ്റ് ആയിരുന്നു, 2 ട്രേഡ് നമുക്ക് ലോസ് ആയിരുന്നു. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആ ഒരു വീക്ക് പ്രോഫിറ്റബിൾ എന്നുള്ള രീതിയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വീക്കും അത്യാവശ്യം നമ്മൾ നോക്കുന്ന സമയത്ത് 7 ട്രേഡ് സംതിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും കാറ്റായിരുന്നു SL വന്നിട്ടുണ്ടായത്. റീസൺ ഇത്രയേ ഉള്ളൂ, നല്ല രീതിയിൽ സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് PDRAസും അതേപോലെ പിൻ പോയിന്റ് എൻട്രീസും കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും, എല്ലാം എക്സാക്ട് പോയിന്റ് റിവേഴ്സൽസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റപ്പ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഷ്യയുടെ ഹയറിൽ കൊടുത്തിട്ട് നല്ല രീതിയിൽ റിവേഴ്സൽസ് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂഷൻ മോഡൽ പ്ലേ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോൾ ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായി. ഈസിലി ട്രേഡ് ആയിരുന്നു. അതേപോലെ നമ്മൾ ലൈവും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈവില് നമ്മൾ ട്രേഡ്സും കാര്യങ്ങളും പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡ് ഓൾമോസ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്താണ്, ഇതിൽ എടുത്തതാണ്. ഈ ഒരു ട്രേഡ്സ് എല്ലാം നമ്മൾ ലൈവിൽ എടുത്തതായിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ 12 തൊട്ട് ഓൾമോസ്റ്റ് ആ ഒരു ട്രേഡ് എടുത്ത് എക്സിറ്റ് ആകുന്ന വരെ ആ ഒരു ലൈവും കാര്യങ്ങളും റൺ ചെയ്യുന്നുണ്ടാവും. കുറെ കാര്യങ്ങൾ ഞാൻ അതിൽ ട്രേഡ് മാത്രമല്ല പുഷ് ചെയ്യുന്നുണ്ടാവും, ലേണിംഗ് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ടാവും. ആ ഒരു ലോജിക്ക് സംസാരിക്കുന്നുണ്ടാവും, സ്ട്രാറ്റജീസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും. ജസ്റ്റ് ആ ഒരു ട്രേഡ് മാത്രം ലോജിക്ക് പറഞ്ഞു പോക്കല്ല. ഓക്കെ. നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും കാര്യങ്ങളും ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ. അതേപോലെ നമ്മുടെ യൂഡമിന് ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്കൗട്ട് ചെയ്യാം. റിവ്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെയും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓൾമോസ്റ്റ് $5 $5 പറയുമ്പോൾ 450 400 സംതിങ് ആറ്റേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് അവിടെ പോയിട്ട് അത് പർച്ചേസ് ചെയ്യാനും പറ്റുന്നതാണ്. ഇവിടെ സ്ട്രക്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഓൾമോസ്റ്റ് ഒരു 33 വീഡിയോസ് വരുന്ന റെക്കോർഡ് ക്ലാസ് ഉണ്ട്. ടു ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബേസിക് ഫോറക്സ് ടു ഓർഡേഴ്സ് തൊട്ട് ന്യൂസ് എല്ലാ കാര്യങ്ങളും ഇത് കവർ ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അവിടെ ഞാൻ എൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ നമ്മൾ ലൈവിൽ ഇനി കുറച്ചും കൂടി അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. ബെറ്റർ ആക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു ബ്ലൂ ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ടിങ്ങിന്റെ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. ഒരു ഈസിലി പ്ലാൻ, അതായത് ഒരു പേ ഔട്ട് എടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാന്നുള്ള കാര്യങ്ങൾ. അത് ഫസ്റ്റ് സ്റ്റെപ്പോ 2 സ്റ്റെപ്പോ ബേസ് 3 സ്റ്റെപ്പോ ബേസ് ചെയ്തിട്ടില്ല, ഇൻസ്റ്റന്റ് ഫണ്ടിങ് വഴിയാണ്. അപ്പൊ അവിടെ കുറച്ച് റൂൾസും കാര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് 1% റൂൾ ഉണ്ട്, കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. ഇതെല്ലാം മീറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ഡീസെന്റ് ആയിട്ട് പേ ഔട്ട് എടുക്കാം ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാനും ആ ഒരു ചാലഞ്ച് എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു 25K അല്ലെങ്കിൽ 50K എന്നുള്ള രീതിയിൽ ബൈ ചെയ്തിട്ട് ഞാനും ആ ഒരു പ്ലാനും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാവും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ ജസ്റ്റ് ഒരു പ്ലാനും കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് ആ ഒരു പേ ഔട്ട് എന്നുള്ള രീതിയിലേക്ക് പോവാന്നുള്ളത്, അതേപോലെ റൂൾസും കാര്യങ്ങളെല്ലാം ഡിഫൈൻ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ടാവും, എങ്ങനെ പേ ഔട്ട് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.